ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷണൽ ക്ലോസ് അഥവാ ഈഫ് ക്ലോസ് എന്നുള്ളവയാണ്. നമുക്ക് PSC എക്സാമിൻസിനായാലും USS പോലുള്ള എക്സാമിൻസിനായാലും നിരന്തരമായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യനാണ് ഈഫ് ക്ലോസ്. അതായത് ഒരു ഈഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലോസ് തരും, അതിൻ്റെ നെക്സ്റ്റ് ക്ലോസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബാക്കി ഭാഗം തന്നിട്ട് ഈഫ് ക്ലോസ് നമ്മൾക്ക് പൂരിപ്പിക്കാനായിട്ടും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അത് ഏത് രീതിയിൽ ചെയ്യാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം നമുക്ക് കണ്ടീഷണൽ ക്ലോസ് എന്താണെന്നുള്ളത് നോക്കാം. കണ്ടീഷണൽ ക്ലോസസ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് സിറ്റുവേഷൻസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ സർട്ടൈൻ കണ്ടീഷൻസ്. ദേ ആർ ഓഫൻ കോൾഡ് ഈഫ് ക്ലോസസ് ബിക്കോസ് ദേ യൂഷ്വലി ബിഗിൻ വിത്ത് ദ വേർഡ് ഈഫ്. There are four main types of conditional clauses. അപ്പോൾ കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അഥവാ ലളിതമാക്കി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം മലയാളത്തിൽ നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ, അവർ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മളവിടെ വെക്കുക. അത് നടക്കുകയാണെങ്കിൽ, എങ്കിൽ എന്നുള്ള മീനിങ് ആണല്ലോ ഈഫിന്. അങ്ങനെ ആ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. അവയെ സാധാരണമായിട്ട് ഈഫ് ക്ലോസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഈഫിലായിരിക്കും. ചെയ്യുകയാണ് എങ്കിൽ എന്നുള്ള മീനിങ്. സോ ദർ ആർ ഫോർ മെയിൻ ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസസ്. പ്രധാനമായിട്ടും 4 ടൈപ്പ് കണ്ടീഷണൽ ക്ലോസസ് ആണുള്ളത്. ഓരോ ടൈപ്പിനനുസരിച്ചും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെയിൻ ക്ലോസുകൾ വ്യത്യസ്തമായിരിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത് സീറോ കണ്ടീഷണൽ ആണ്. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് ഓർ ഫാക്റ്റ്. അതായത് പൊതുവായ സത്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സീറോ കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് വരിക ഈഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇവിടെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. നിങ്ങൾ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുകയാണെങ്കിൽ അത് തിളയ്ക്കും, അല്ലേ? അപ്പം അത് രണ്ടും എന്തിലാണ് വന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വരുന്നത്. ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമൈനിങ് ക്ലോസും എന്തായിട്ട് തന്നെയാണ് വരിക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ഫസ്റ്റ് കണ്ടീഷണൽ യൂസേജ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് റിയൽ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ സിറ്റുവേഷൻ. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഡെയിലി കോൺവെർസേഷനിലൊക്കെ ഉപയോഗിക്കുക ഈ ഫസ്റ്റ് കണ്ടീഷണലാണ്. അതായത് ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. നീ പോവുകയാണെങ്കിൽ ഞാൻ വരാം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രധാനമായിട്ടും പറയുക. അപ്പം ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് വരുന്നത് ഈഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, ദെൻ മെയിൻ ക്ലോസ് വരുമ്പോൾ എന്ത് വരും? വില്ല് പ്ലസ് V1 ആണ് വരിക. നമുക്ക് നോക്കാം. ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ബൈ എ കാർ. എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ കാർ മേടിക്കും, അല്ലേ? അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദ എക്സാം. നീ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ എക്സാമിന് പാസ്സാവും, അല്ലേ? അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് കണ്ടീഷണൽ. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് അൺറിയൽ ഓർ അൺലൈക്ലി പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ സിറ്റുവേഷൻ. അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഇപ്പോഴത്തെയോ ഭാവിയിലെത്തിയോ സാഹചര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് വരുന്നത് ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് ഈഫ് പ്ലസ് സിമ്പിൾ പ്ലസ് ആണ് നമ്മുടെ ഈഫ് ക്ലോസ് വരിക. മെയിൻ ക്ലോസ് വരുമ്പോൾ വുഡ് പ്ലസ് V1. ഇഫ് യു വോൺ ദ മാച്ച് വി വുഡ് സെലിബ്രേറ്റ്. നീ ആ മാച്ച് ജയിച്ചായിരുന്നെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നേനെ. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് കാണുമ്പം നമ്മുടെ അവിടെ വോൺ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണല്ലേ. പാസ്റ്റ് ടെൻസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം നമ്മൾ മെയിൻ ക്ലോസ് വരുന്ന സമയത്ത് വുഡാണ് ഉപയോഗിക്കുക. ഓക്കെ. തേർഡ് കണ്ടീഷണൽ യൂസേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് അൺറിയൽ പാസ്റ്റ് സിറ്റുവേഷൻസ്. സംഭവിച്ചിട്ടില്ലാത്ത പഴയ സാഹചര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലോസ് വരുമ്പോൾ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലി ഐ വുഡ് ഹാവ് റീച്ച്ഡ് ദർ ഓൺ ടൈം. ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാകുമായിരുന്നു.
ഇപ്പം എണീറ്റിട്ടുമില്ല, എത്തിയിട്ടുമില്ല, സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. നമ്മൾ കൃത്യമായ രീതിയിൽ മലയാളം മീനിങ്ങിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലോസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നുള്ളൂ. 2-3 എക്സാമ്പിൾസ് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു 2-3 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് ഐ ഹാഡ് നോട്ട് ഓവർ സ്ലെപ്റ്റ് ഐ ഡാഷ് ഓൺ ടൈം. ഇവിടെ ഇഫ് ഐ ഹാഡിൻ്റ് ആണ്. അപ്പം ഐ കഴിഞ്ഞിട്ട് ഏതായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. വിൽ ഹാവ് ബീൻ ആണോ, വുഡ് ഹാവ് ബീൻ ആണോ, വിൽ ബി ആണോ, വുഡിൻ ബി ആണോ? ആൻസർ വുഡ് ഹാവ് ബീൻ ആണ്. ഓൾറെഡി പറഞ്ഞു, ഇവിടെ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കുക, വുഡാണ് അതിൻ്റെ കൂടെ വരിക. വുഡ് ഹാവ് ബീൻ. നെക്സ്റ്റ് വൺ, ഇഫ് യു ഹാഡ് ഈറ്റൺ എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് യു ഡാഷ് സോ ഹംഗ്രി നൗ. ഇവിടെ നെഗറ്റീവാണ് വരുന്നത്. ഓപ്ഷൻസ് വുഡിൻ ബി, കാൻ ബി, വോണ്ട് ബി, വിൽ ബി. ആൻസർ ഏതാണ്? വുഡിൻ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് ദാറ്റ് കാർ ഇഫ് ഐ ഹാഡ് മോർ മണി അറ്റ് ദ ടൈം. ഹാഡ് ഉണ്ട് കേട്ടോ അവിടെ, ഇഫ് ഐ ഹാഡ് ആണ്. അപ്പം ഇത് നോക്ക്, ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇഫ് ക്ലോസ് പിന്നെയാണ് വന്നിരിക്കുന്നത്, മെയിൻ ക്ലോസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കുഡ് ഹാവ് ബോട്ട് ആവാം, കുഡ് ബൈ ആവാം, വിൽ ബൈ ആവാം, ഷുഡ് ബൈ. ഏതാ വരിക? ആൻസർ കുഡ് ഹാവ് ബോട്ട് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.